പാലയിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ മാണി സി കാപ്പൻ. ഗുഡ് മോർണിംഗ്. താങ്കൾക്കൊരു സല്യൂട്ട് തരാൻ ഞാൻ തീരുമാനിച്ചു രാവിലെ. കാരണം ഇന്ന് കുട്ടിക്കലാശം ചെലവാക്കുന്ന പൈസ മുഴുവൻ അനാഥാലയത്തിന് നൽകാൻ താങ്കൾ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. അത് താങ്കളും ചാണ്ടി ഉമ്മനും ഒക്കെ തന്നെ നടത്തുന്ന ശ്രമങ്ങൾ അത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കരുപ്പിടിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2021 ഇലക്ഷനും അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ എന്തായാലും താങ്കൾ ആ പാരമ്പര്യം നിലനിർത്തുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ ഓട്ടത്തിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തറിയാനുണ്ട്. 25 ദിവസമായില്ലേ കളി തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പാലായിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരത്തെത്തും? മാത്രമല്ല VD സതീശൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒരു സാധാരണ MLA ആയിട്ടല്ല അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുക, ഒരു 1.5 MLA പിന്നെ അഡീഷണൽ എന്തോ ഒരു ഗിഫ്റ്റും അത് പിന്നെ നമ്മൾ പരസ്യപ്പെടുത്തുന്നില്ല. പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,378 മുകളിൽ 1,000 വോട്ടെങ്കിലും കൂടുതൽ കിട്ടും ഭൂരിപക്ഷം. അതാണ് അങ്ങയുടെ ഒരു ആത്മവിശ്വാസം അല്ലേ? അപ്പോൾ ഈ അങ്ങ് 25 ദിവസം ഈ അതായത് പ്രചരണം നടത്തി കഴിഞ്ഞപ്പോൾ അങ്ങയുടെ ആത്മവിശ്വാസം കൂടിയോ അതോ കുറഞ്ഞോ? ആത്മവിശ്വാസം കൂടിയതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 1000 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞത്. ഈ പാലയിലെ ഒരു സിറ്റിംഗ് MLA ആണ്. അങ്ങേക്ക് പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ ഭരണത്തിൽ അങ്ങ് ഇല്ലായിരുന്നു, എന്നാൽ പോലും അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങ് പക്ഷേ അവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്തായിരുന്നു ഈ 25 ദിവസത്തെ പ്രചാരണത്തിൽ? 25 ദിവസത്തെ പ്രചരണത്തിൽ സൈബർ അറ്റാക്ക് കണ്ടമാനം ഉണ്ടായിരുന്നു. ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്നായിരുന്നു. 244 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6.5 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്നു ഈ തടസ്സങ്ങൾക്കിടയിലും. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളൊരു പത്രം അടിച്ച് ജനങ്ങളിൽ എത്തിച്ചു. അതിനകത്ത് QR കോഡും രേഖപ്പെടുത്തി. അപ്പോൾ ആർക്ക് വേണേൽ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ അത്തരം പ്രചരണങ്ങൾ പൊളിഞ്ഞുപോയി. ഈ സൈബർ അറ്റാക്കുകാർ നേരെ വന്നപ്പോൾ അങ്ങും തിരിച്ചൊരു അറ്റാക്ക് കൊടുത്തില്ലേ, അതോ അങ്ങ് ഒഴിഞ്ഞു നിന്നോ അക്രമം ഏൽക്കാതിരിക്കാൻ? നമ്മൾ ആക്രമിച്ചില്ല, ഡിഫെൻഡ് ചെയ്തു, പ്രതിരോധിച്ചു അല്ലേ? അപ്പോൾ ഇതൊരു ത്രികോണ മത്സര പോരാട്ടമാണോ പാലയിൽ നടക്കുന്നത്? ജോസ് കെ മാണിയും ജോൺ ജോർജും ആണല്ലോ മത്സര രംഗത്ത്. ഇവിടെ ഒരു ത്രികോണ മത്സരമില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ ത്രികോണമാണ്. അവിടെ ഇത്തവണ പ്രത്യേകിച്ച് ഒരു ത്രികോണം എടുത്ത് പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ തന്നെ. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടേഴ്സ് എത്തുകയാണ് പാലയിൽ. അപ്പോൾ ശരിക്കും അവരെ ഏതാണ്ട് തീരുമാനമൊക്കെ എടുത്ത് കാണും. എത്രയൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും നമ്മുടെ സാക്ഷരരായ വോട്ടേഴ്സിന് ചില തീരുമാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഗ്യാരണ്ടി ഈ ഒരു പറഞ്ഞോളൂ. ഇദ്ദേഹം പറഞ്ഞാണ് അതിനെ കറക്റ്റ്. സ്ഥാനാർത്ഥികളുടെ പിക്ചർ തെളിഞ്ഞു കഴിഞ്ഞാൽ, മുന്നണി ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം സ്വയം തീരുമാനിക്കും. ഒരു 1 to 1.5% വോട്ട് മാത്രമേ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഫിക്സ്ഡാണ്. പാലയിലെ ജനങ്ങളിലുള്ള 6 വർഷമായി ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ. ഈ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പല മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MLA-മാരൊക്കെ ഒരുപാട് ചാക്കാലകൾ അറ്റൻഡ് ചെയ്യും, ഒരുപാട് കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യും, കുഞ്ഞിൻ്റെ നൂലുകെട്ട് അങ്ങനെയുള്ള കലാപരിപാടികൾക്കെല്ലാം അവർ അറ്റൻഡ് ചെയ്യും. കാര്യം വോട്ടേഴ്സ് പ്രതീക്ഷിക്കുന്ന ഇവരുടെ സാന്നിധ്യമാണ്. കാര്യം ഈ സ്ഥാനാർത്ഥികളെയും ഈ ആൾക്കാരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എവിടെയും കാര്യം എത്ര ദിവസം മുമ്പ് മരിച്ച ആളാണെങ്കിലും സ്ഥാനാർത്ഥിയോ MLA MP ഒക്കെ വരുന്നത് അവർക്കൊരു അഭിമാനം പോലെയാണ്. അപ്പോൾ അങ്ങയുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ 5 കൊല്ലം? ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ലായിരുന്നു. ഞാൻ തരംതിരിവില്ലാതെ പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന് നോക്കാതെ എല്ലാവരുടെയും വിവാഹ ചടങ്ങുകളാണെങ്കിലും മരണമാണെങ്കിലും നൂലുകെട്ടാണെങ്കിലും അടിയന്തരമാണെങ്കിലും എല്ലാത്തിനും പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങ് ഈ MLA ആയതിനു ശേഷം ഞങ്ങൾക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു നടനെയാണ് നഷ്ടപ്പെട്ടത്. ചെറിയ കാര്യമാണോ അത്? അതിനി തിരിച്ചു വരുന്നുണ്ട് ഉണ്ടല്ലേ? ഒരു 1-2 അംഗത്തിനൂടെ ബാല്യമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങക്ക് ഈ പാലായിലെ വോട്ടേഴ്സിനോട് പറയാനുള്ള കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കാം. പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. പാലായിലെ വോട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. 244 കോടി രൂപയുടെ വികസനം മാത്രമേ ഈ തടസ്സപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ UDF അധികാരത്തിൽ വരികയും ഞാൻ അതിൻ്റെ ഭാഗമാകുകയും ചെയ്താൽ
2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലായി കൊണ്ടുവരും. കാർഷിക മേഖലയിൽ, ടൂറിസം മേഖലയിൽ, അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ, ഈ 3 മേഖലകളിലും പാലായി വൻപിച്ച കുതിച്ചുചാട്ടം നടത്തും. 52 കൊല്ലം മാണി സാർ ഉണ്ടായിരുന്ന കാലം നടത്താൻ കഴിയാതിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കും. വളരെ നന്ദി ശ്രീ മാണി സി കാപ്പൻ. ഇനി അങ്ങയുടെ തിരക്കിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളുക. കാരണം ഇന്നൊക്കെ വളരെ അവസാന മണിക്കൂറുകളല്ലേ, ഒട്ടും നേരം കളയണ്ട. താങ്ക് യു. മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേർന്ന് ഈ പ്രഭാതത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.